പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദൃശ്യം 3 എപ്പോഴും നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വാർത്ത വന്നാലും എന്ത് പോസ്റ്റർ വന്നാലും നമ്മൾ എന്താ പറയുന്നത്, അത്ഭുതത്തോട് മാത്രമാണ് ദൃശ്യം 3യുടെ പോസ്റ്ററുകളൊക്കെ നോക്കുന്നത്. കാരണം അതിനകത്ത് എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ദൃശ്യം അത്രമേൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ദൃശ്യം 3 എന്താണ് എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പം റിലീഫ് ഡേറ്റോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുണ്ട് ഒരു മാസത്തിൽ കൂടുതൽ. ഏപ്രിൽ 2-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു പൊതുവേ മാർച്ച് മാസം ഒരു പഞ്ഞമാസമാണ് സിനിമയെ സംബന്ധിച്ച്. കാരണം പരീക്ഷാകാലമാണ്. ഏപ്രിൽ പിന്നെ ചാകര തുടങ്ങും. ആ ചാകരയിൽ ആദ്യമായിട്ട് എത്തുന്ന ചിത്രമായിട്ട് നമ്മുടെ ദൃശ്യം 3 മാറുന്നു. അപ്പം ദൃശ്യം 3ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാവരും. അതിനിടയിൽ ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിലൊന്നായിരുന്നു പനോരമയ്ക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക്, ഏകദേശം 360 കോടി എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കൃത്യമായിട്ട് തുക അറിയില്ല. നിർമ്മാതാവ് രഞ്ജിത്ത് പറഞ്ഞത് 360 കോടി രൂപയ്ക്ക് പനോരമയ്ക്ക് ഈ ചിത്രം വിറ്റിരിക്കുന്നു എന്നുള്ളത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം വന്നേക്കുന്ന ഒരു വാർത്തയും നമ്മളെ ഞെട്ടിപ്പിച്ചു. കാരണം ഓവർസീസ് അവകാശം കോടിക്കണക്കിന് രൂപ, ഏകദേശം 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് വിറ്റുമാറി എന്നുള്ള വാർത്തയും വരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മലയാള പടത്തിനാണോ എന്നൊക്കെയുള്ള സംശയത്തിൽ തന്നെയായിരുന്നു നമ്മൾ. ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്, നോർത്ത് അമേരിക്കയിൽ നിന്നും മാത്രമായി 10 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുപോയിരിക്കുന്നു എന്നുള്ള മിനിമം ഗ്യാരണ്ടി 10 കോടിക്ക് മുകളിൽ. അതും USA-യിൽ നിന്ന് 6 കോടിയും കാനഡയിൽ നിന്ന് 4 കോടിയും, അങ്ങനെയാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് 10 കോടി രൂപയ്ക്ക് മിനിമം ഗ്യാരണ്ടിയിൽ വിറ്റുപോയിരിക്കുന്നു ദൃശ്യം 3 എന്നുള്ളത്. അപ്പോൾ ഒരു മലയാളം പടം ആണ് എന്നുള്ളതാണ് നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ആ എൽ ബ്രാൻഡിൻ്റെ ശക്തി, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ 10 കോടിക്ക് മുകളിലൊക്കെ വിറ്റുപോയേക്കുന്ന ഒരു തുക ചിത്രം എന്ന് പറയുന്നത് എമ്പുരാനാണ്. എമ്പുരാൻ്റെ കളക്ഷൻ നമ്മളെ ഞെട്ടിപ്പിച്ചായിരുന്നു അല്ലേ. ചിത്രം നമ്മൾ പ്രതീക്ഷിച്ച വൈബ് കിട്ടിയില്ലെങ്കിലും കളക്ഷൻ്റെ കാര്യത്തിലൊക്കെ നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു ചിത്രമാണ്. എമ്പുരാനും ദൃശ്യവുമായിട്ട് തുലനം ചെയ്ത് നോക്കാനേ ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം എമ്പുരാൻ എവിടെ കിടക്കുന്നത്, ദൃശ്യം 3 എവിടെ കിടക്കുന്നത്. കാരണം ഇതിൻ്റെ മുടക്കുമുതൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ എമ്പുരാൻ്റെ പകുതിയുടെ പകുതി കാണത്തുള്ളൂ ദൃശ്യം 3യുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത്. അത്രമേൽ വ്യത്യാസമാണ്. ആ ചെറിയ ചിത്രമായ ദൃശ്യം, ഒരു കുടുംബ ചിത്രം, എമ്പുരാന് മുകളിലേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. അതുപോലെ നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായി 10 കോടി. ഇത് കേൾക്കുമ്പോൾ വേറെ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ 5 ചിത്രങ്ങൾ മാത്രമേ ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് 10 കോടിക്ക് മുകളിൽ റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയിട്ടുള്ളൂ എന്നുള്ളത്. 5 ചിത്രങ്ങൾ മാത്രം. അതിൽ 2 ചിത്രങ്ങളും ലാലേട്ടൻ്റെ ആണ് എന്നുള്ളത്. രണ്ടും എനിക്കൊരു ഇത് തോന്നുന്നു 3 ചിത്രങ്ങൾ കാണുമായിരിക്കാം. എമ്പുരാൻ, തുടരും, അതൊക്കെ തന്നെ കാണും. ഇതൊക്കെ തന്നെ ലാലേട്ടൻ ചിത്രങ്ങളായിരിക്കാം അല്ലേ. അപ്പം അതിനിടയിലാണ് ഇത് ഓക്സിഫിൽ നിന്ന് മൊത്തമായിട്ട് 10 കോടി രൂപയ്ക്ക് മുകളിൽ മലയാളത്തിൽ നിന്ന് 5 ചിത്രങ്ങളെ ഉണ്ടെങ്കിൽ നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം 2 സ്ഥലത്തു നിന്ന് മാത്രം, ഏകദേശം നോർത്ത് അമേരിക്കയിൽ നിന്ന്, USA-യിൽ നിന്ന്, കാനഡയിൽ നിന്ന് മാത്രമായിട്ട് 10 കോടി മിനിമം ഗ്യാരണ്ടിയിൽ വിറ്റുപോയേക്കുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 മാറുന്നു. ഇത് മലയാള സിനിമയുടെ വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മലയാള സിനിമയുടെ ഉയർച്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ലാലേട്ടനെ വിമർശിക്കുന്നവരോടും എനിക്ക് പറയാനുള്ള അത്ര മാത്രമേ ഉള്ളൂ. എമ്പുരാൻ തുറന്നു വന്നേക്കുന്നൊരു വാദമുണ്ട്. എമ്പുരാനെ പറ്റിയുള്ള, എമ്പുരാൻ ഇങ്ങനെ അല്ലായിരുന്നു എടുക്കണ്ടേ എന്നൊക്കെയുള്ള സംശയങ്ങളും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഒത്തിരി കാണും. അതൊക്കെ മറന്നേക്കും. പക്ഷേ എമ്പുരാൻ മലയാള സിനിമയുടെ മുമ്പിലേക്ക് തുറന്നു വെച്ചേക്കുന്നൊരു വാദമുണ്ട്. കാര്യം ലോക സിനിമയ്ക്ക്, മലയാള സിനിമ ലോകത്തെ എവിടെയും പ്രദർശിപ്പിക്കാമെന്നുള്ള ഒരു കുങ്ക് മലയാളികൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് എമ്പുരാൻ. അതിനുശേഷം ലോക വന്നു, തുടരും വന്നു, ഇപ്പം ദൃശ്യം 3. അപ്പം ഈ മലയാള സിനിമ എന്ന് പറയുന്നത് ലോക സിനിമയിൽ എല്ലാവരും നോക്കി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലയോ, 10 കോടി രൂപയൊക്കെ USA എന്നൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അത് ദൃശ്യത്തിലൂടെ
നിറവേറ്റുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ മലയാളത്തിൻ്റെ അതിരുകൾ അങ്ങനെ അനന്തമായി നീണ്ടു കിടക്കുന്നു എന്നുള്ളതാണ്. അത് മലയാള സിനിമയുടെ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. മലയാള സിനിമ ഇനിയുള്ള കാലത്ത് മുടക്കുമുതൽ മികച്ച ബഡ്ജറ്റിൽ എടുക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. അതിനൊക്കെ ഒറ്റ കാര്യമുള്ളൂ, അത് മറന്നു പോകരുത്, എൽ ബ്രാൻഡ്. ആ ബ്രാൻഡ് തന്നെയാണ് മലയാള സിനിമയുടെ ശക്തി. അത് തന്നെയാണ് ഇനിയും മലയാള സിനിമ ഇനിയുള്ള കാലത്തും ഭരിക്കാൻ പോകുന്നത് എന്ന് 100% ഉറപ്പാണ്. അപ്പം ഏപ്രിൽ 2-ാം തീയതിക്ക് നമ്മൾ കാത്തിരിക്കാം. ഇതിനിടയിൽ ഡിമാൻഡ് എത്ര ആണെന്നുള്ളത് 50 കോടിക്ക് മുകളിലാണെന്ന് പറയുന്നു. അതും ഞെട്ടിപ്പിക്കുന്ന തുകയാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ദൃശ്യം 3 നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റിലീസിന് മുമ്പ് ഇനിയും തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.